Hello dear students, welcome back to our classroom. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻസ് ഡേക്ക് നമ്മളൊരു റാപ്പിഡ് കോൺടെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ 27 hours ആണ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു 27 ഹവേഴ്സിനുള്ളിൽ ഒരുപാട് കുട്ടികൾ ഈ ഒരു കോൺടെസ്റ്റിൽ പങ്കെടുത്തു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അതിൻ്റെ വിന്നേഴ്സിനെ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ കേട്ടോ. അപ്പോൾ അവർക്കുള്ള ഗിഫ്റ്റ് അവരുടെ അഡ്രസ്സിൽ അവർക്ക് കൊറിയർ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ കോൺടെസ്റ്റിൽ വിന്നേഴ്സ് ആകാൻ സാധിക്കാത്തവർ സങ്കടപ്പെടേണ്ടതില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലുള്ള ഒരുപാട് കോൺടെസ്റ്റുകൾ നമ്മൾ ഇനിയും നടത്തും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതിൽ വരുന്ന വീഡിയോസൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക കേട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോട് കൂടെ അതിൻ്റെ അടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടി ഓൾ എന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോഴാണ് ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. നമ്മുടെ ഈ റാപ്പിഡ് കോൺടെസ്റ്റിൽ പങ്കെടുത്തവരെല്ലാം തന്നെ അവർ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചവരായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല അതിൻ്റെ അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചത് കൊണ്ടായിരിക്കാം 27 ഹവേഴ്സിനുള്ളിൽ അവർക്ക് ഈ കോൺടെസ്റ്റിൽ പങ്കെടുക്കാൻ പറ്റിയത്. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന് ക്ലിക്ക് ചെയ്ത് വെക്കണം കേട്ടോ. നമ്മുടെ ചാനലിലെ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് കുട്ടികൾ നല്ല നല്ല വർക്കുകളൊക്കെ ചെയ്ത് പഠിക്കുന്നുണ്ട് എന്നറിഞ്ഞത് വളരെയധികം സന്തോഷമുണ്ട്. അതേപോലെ തന്നെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കൊരു പെയ്ഡ് ക്ലാസ് ഉണ്ട്. അതിനായിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, പെയ്ഡ് ക്ലാസ് ആണ് കേട്ടോ. അപ്പോൾ അതിന് താല്പര്യമുള്ളവർ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ ആ ക്ലാസ്സിൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ട്, അതായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഉണ്ടല്ലോ ഈ ഒരു ഔട്ട്ഡോറിൽ വന്നിട്ട് ഷൂട്ട് ചെയ്തിട്ട് എനിക്ക് എന്നെ കാണില്ല കേട്ടോ. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും എന്നുള്ളൊരു വിശ്വാസത്തോടെ ഞാനിങ്ങനെ ഇവിടെ സംസാരിക്കുന്നുണ്ട്. എനിക്ക് എന്നെ കാണില്ല, ഫുള്ള് ലൈറ്റ് ആയതുകൊണ്ടായിരിക്കാം. എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ലൈറ്റിൻ്റെ ഓപ്പോസിറ്റ് ഡാർക്കായിരിക്കും. ആ ഒരു ഷെയ്ഡിങ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ ഒരു റിഫ്ലക്ഷനാണ് ഇത് എനിക്ക് കാണിക്കുന്നത്. നമ്മുടെ തൊട്ടപ്പുറത്ത് നല്ല ലൈറ്റാണ്. അപ്പോൾ എനിക്ക് എന്നെ കാണുന്നില്ല, ക്യാമറയിൽ കാണുന്നില്ല. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, ഇല്ലെങ്കിൽ എൻ്റെ സംസാരം കേൾക്കുന്നുണ്ടാവും. പിന്നെ ഇവിടെ ഭയങ്കര സൗണ്ടാണ് കേട്ടോ. ഞാനൊന്ന് വെറുതെ പരീക്ഷ നോക്കിയതാണ്. അപ്പോൾ നമ്മൾ ആരൊക്കെയാണ് വിന്നേഴ്സ് എന്നുള്ളത് നോക്കാം. നമ്മുടെ ഈ റാപ്പിഡ് കോൺടെസ്റ്റിൽ ഒരുപാട് കുട്ടികൾ പങ്കെടുത്തു എന്നുള്ളത് വലിയൊരു നേട്ടമായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ഇനിയും ഒരുപാട് കോൺടെസ്റ്റുകൾ നടത്തും കേട്ടോ. അപ്പോൾ നമുക്ക് ആരൊക്കെയാണ് വിന്നേഴ്സ് എന്നുള്ളത് നോക്കാം. ഈ 27 ഹവേഴ്സ് നിങ്ങൾക്ക് തന്നിട്ടുള്ളൂ എങ്കിലും ഒരുപാട് പേര് നല്ല രീതിക്ക് തന്നെ കോൺടെസ്റ്റിൽ പങ്കെടുത്തിട്ടുണ്ട്. ഭയങ്കര സൗണ്ട്. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം കേട്ടോ. ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടും വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കാം കേട്ടോ. ഡൗട്ട്സ് എന്ന് വെച്ചാൽ ഡ്രോയിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള ഡൗട്ട്സ് ആണെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്തു തരാം. പിന്നെ നമുക്ക് ആരൊക്കെയാണ് വിന്നേഴ്സ് എന്നുള്ളത് നോക്കാം. 2 വിന്നേഴ്സാണ്. ഒന്ന് ഏറ്റവും കൂടുതൽ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്തിട്ടുള്ള പേഴ്സണാണ് ഫസ്റ്റ് വിന്നർ. രണ്ടാമത് എന്ന് പറഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് ഡ്രോയിങ് ചെയ്തിട്ടുള്ള ആളും. അങ്ങനെ 2 പേർക്കാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് വിന്നേഴ്സ് ആരാന്ന് നോക്കാം. ഏറ്റവും കൂടുതൽ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തിരിക്കുന്നത് അനീസയാണ്. അനീസ 52 ഗ്രൂപ്പിലേക്കാണ് കേട്ടോ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഷെയർ ചെയ്തിട്ടുള്ള വിഭാഗത്തിൽ ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത് അനീസക്കാണ്. അപ്പോൾ മറ്റുള്ളവരെ എത്രത്തോളം ഷെയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൂടി നമുക്ക് നോക്കാം. സെക്കൻഡ് ശരത്ത് 29 ഗ്രൂപ്പിലേക്കാണ് അവന് ഷെയർ ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ പക്ഷേ നമ്മൾ ഫസ്റ്റ് കിട്ടുന്ന ആൾക്കാണ് ഗിഫ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഒരു നല്ല നല്ല കോൺടെസ്റ്റ് നടത്തുമ്പോൾ ഒരുപാട് ഗിഫ്റ്റുകൾ കൊടുക്കാം കേട്ടോ. രണ്ടാമതായിട്ട് 29 ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടുള്ളത് ശരത്താണെന്ന് പറഞ്ഞല്ലോ. 3 മൻസീറ 26 ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ അസ്മ 20 ഗ്രൂപ്പ് കേട്ടോ. പിന്നെ മുഹമ്മദ് ഹനാൻ 18 വാട്സപ്പ് ഗ്രൂപ്പ്. നന്ദന 15, മുഹമ്മദ് ഷാമിൽ 15 ഗ്രൂപ്പ് കേട്ടോ. ആറോസ് 12 ഗ്രൂപ്പ്. ഭയങ്കര കാറ്റടിക്കേണ്ട ബാക്കിൽ കേട്ടോ. ഞാൻ തന്നെ പാറിപ്പോകുമെന്ന് സംശയമുണ്ട്. പക്ഷേ ക്യാമറയിൽ അതങ്ങോട്ട് വല്ലാതെ കാണിക്കുന്നുമില്ല. എൻ്റെ ക്യാമറ വല്ലാതെ അങ്ങോട്ട് എന്താ പറയുക, ഈ കാറ്റത്ത് ഇങ്ങനെ ആടി നിന്നിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് ഫോക്കസ് ചെയ്യിച്ചത്. വാനിയ 8,
രഞ്ജിത്ത് 11, നെഹല 7 ഗ്രൂപ്പ്, പിന്നെ ഹദിയ 5 ഗ്രൂപ്പ്, ഷീക 8 ഗ്രൂപ്പ് കേട്ടോ. അസ്മിൽ ഷാൻ 10 ഗ്രൂപ്പ്, നിഹാല തസ്ലിം 7 ഗ്രൂപ്പ്, മുഹമ്മദ് ഹനാന് 18 ഗ്രൂപ്പ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഫാത്തിമ മിൻഹ 13 ഗ്രൂപ്പ്, റിഫ ജസ്ലിൻ 7 ഗ്രൂപ്പ്, ഹിന എന്തായിരുന്നു പേര്, ഹിന മുഹമ്മദ് 6 ഗ്രൂപ്പ്, ഫാത്തിമ ജാസ്മിൻ 5 ഗ്രൂപ്പ് കേട്ടോ. നന്ദന 10 ഗ്രൂപ്പ്, ഷീനു 10 ഗ്രൂപ്പ്. നന്ദന 15 ഗ്രൂപ്പാണ്, ഷീനു 10 ഗ്രൂപ്പ്. ഏറ്റവും നന്നായിട്ട് ഡ്രോയിങ് ചെയ്തിട്ടുള്ളത് ശരത്താണ്, ശരത് ചന്ദ്രപ്രസാദ്. അപ്പോൾ ഇതിൽ വിന്നേഴ്സ് എന്ന് പറയുന്ന 2 വ്യക്തികളാണ്. ഫസ്റ്റ് അതായത് കൂടുതൽ ഷെയർ ചെയ്തിട്ടുള്ളത് അനീസയാണ്. രണ്ടാമത് നന്നായിട്ട് ഡ്രോയിങ് ചെയ്തിട്ടുള്ളത്, അതായത് ചിലർ നന്നായിട്ട് ഡ്രോയിങ് ചെയ്തിട്ടുണ്ട്, 2 വർക്കുകളും ചെയ്തിട്ടില്ല, ഒരേ ഒരു വർക്കാണ് അയച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ അവർ അതുകൊണ്ടാണ് അതിൽ നിന്ന് ഒഴിവാക്കിയത്. 2 വർക്കും ചെയ്യാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 വർക്കും നന്നായിട്ട് ചെയ്തിട്ടുള്ളത് ശരത് ചന്ദ്രപ്രസാദാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുക്കുമ്പോൾ 2 വർക്ക് എന്ന് പറഞ്ഞാൽ 2 വർക്ക് തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ടൈം കോൺടെസ്റ്റിലൊക്കെ ഒരുപാട് പേര് പങ്കെടുക്കുക, ഒരുപാട് നിങ്ങൾ ഷെയർ ചെയ്യാൻ നോക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോഴാണ് നമുക്ക് ഒരുപാട് ഗിഫ്റ്റുകൾ കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ പെട്ടെന്ന് നടത്തിയ ഒരു കോൺടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ വളരെ കുട്ടികളൊന്നും പങ്കെടുത്തിട്ടില്ല. ഈ ഒരു കോൺടെസ്റ്റ് നടത്താനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കതൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും, ഡ്രോയിങ് പഠിക്കാൻ നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് അതൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും. പിന്നെ ഒരുപാട് കുട്ടികൾക്ക് പഠിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആണ്. നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്ന എന്തായാലും ഡ്രോയിങ് മെറ്റീരിയൽസ് ആയിരിക്കും. നമ്മൾ ഡ്രോയിങ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഡ്രോയിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങളായിരിക്കും. ഒന്നുകിൽ പെയിൻറ്റിങ്ങോ അങ്ങനത്തെ മറ്റെന്തെങ്കിലും ആയിരിക്കും നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് നമ്മുടെ ഈ ഒരു കോൺടെസ്റ്റിൽ എപ്പോഴും ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലെന്ന് പറഞ്ഞാൽ ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുള്ളവർ മാത്രം ഉദ്ദേശിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം, ഷെയർ ചെയ്യാം, ലൈക്കും കമൻറ്റും ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അവിടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി, അതായത് നമ്മുടെ സ്റ്റുഡൻസ് തന്നെ പലരും പറയുണ്ടായി, അതായത് ഡ്രോയിങ് പഠിക്കുന്ന പലർക്കും തന്നെ ക്രാഫ്റ്റ് ചെയ്യാൻ വളരെ ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ക്രാഫ്റ്റ് ഐറ്റംസ് കൂടി ഉൾപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രാഫ്റ്റ് ചെയ്യുന്നത് കൂടി, അതായത് നിങ്ങൾ സ്കൂൾ കുട്ടികൾക്ക് യൂസ്ഫുൾ ആവുന്ന ക്രാഫ്റ്റ് ഐറ്റംസ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ക്രാഫ്റ്റ് ഐറ്റംസ് നിങ്ങൾ ഈ ഒരു വീഡിയോൻ്റെ തൊട്ട് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അത്തരം വർക്കുകൾ, അതായത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള വർക്കുകൾ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.